KSRTC എന്ന് പറഞ്ഞാല് ഈ കേരളത്തെ സംബന്ധിച്ചോളം ഒരു വണ്ടി മാത്രമല്ല, അത് ജനങ്ങളുടെ ഒരു വികാരം കൂടിയാണ്. എല്ലാവരും സമ്മതിക്കും അല്ലേ? എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇലക്ഷൻ നിൽക്കാൻ സീറ്റ് കിട്ടണമെങ്കിൽ ഈ സമരം ചെയ്യണം, എന്നാലേ സീറ്റ് കിട്ടുള്ളൂ. SP കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ആനവണ്ടി വരുന്നടാ എറിയടാ, അപ്പൊ ആനവണ്ടിക്കിട്ട് എറിയുന്നേ ഞാൻ MD. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആക്രമിക്കുന്നുണ്ട് ഈ വണ്ടിയെ. KSRTC നശിക്കാൻ ഒരു മനുഷ്യൻ സമ്മതിക്കത്തില്ല, എത്ര പ്രൈവറ്റ് പറഞ്ഞാലും. ശരിയാണ്, കാരണം അതൊരു ജനവികാരമാണ്, അതൊരു വികാരമാണ്. മനസ്സിലായില്ലേ? കേരള ജനതയുടെ ഒരു വികാരമാണ്. അപ്പൊ KSRTC നിൽക്കണം, സ്ത്രീകൾക്ക് കൊടുക്കണം, നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, കൊടുക്കണം. ഇനി ഇതെങ്ങനെ സാധിക്കുന്നത്? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളുണ്ട്. ഞാൻ വീണ്ടും പറയും, KSRTC ഇപ്പോൾ ഓടുന്ന പൊളിറ്റിക്കൽ വില്ല് വേണം. ഈ KSRTC ഈ പറഞ്ഞ എല്ലാ ലിമിറ്റേഷനും വെച്ചപ്പോൾ രാഹുൽ പറഞ്ഞാലേ ടിക്കറ്റേതര സംഭവങ്ങള്, പിന്നെ ഈ ബഞ്ചിങ് ഒഴിവാക്കുക, ഈ പറഞ്ഞ ഓവർലാപ്പിംഗ് ഒഴിവാക്കുക, ക്ലീൻ ആയിട്ട് വണ്ടി കൊടുക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞു ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാണ്. ആദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾ ആദ്യം പോലീസിലിരുന്നപ്പോൾ ഇന്റർനെറ്റ് കൊണ്ടുവന്നപ്പം സെപ്പറേറ്റ് ഇന്റർനെറ്റാണ്. അപ്പം ഞാൻ ഗൂഗിൾ കൊടുത്തു ആൾക്കാരറിയാൻ. എല്ലാ പോലീസ് സ്റ്റേഷനിലും കൊടുത്തു. ഞാൻ എന്താ ചാർജ് ചെയ്തപ്പോൾ ഉടനെ അന്നത് ഇന്റലിജൻസ് മേധാവി മുഖ്യമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ സാറാ എഴുതി, അയ്യോ കേരള പോലീസിന്റെ സെക്യൂരിറ്റി മുഴുവൻ പ്രശ്നത്തിലായി, ഗൂഗിള് മുഴുവൻ രാത്രി പോർണോ കാണും. അപ്പോൾ അതേ എന്നെ വിളിപ്പിച്ചു, ടോമിനെ നീ എന്തിനാ ഈ ഗൂഗിൾ കൊടുത്തേ? ഞാൻ പറഞ്ഞു സാറേ, ഗൂഗിൾ കൊടുക്കുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിയാം. നമ്മുടെ നെറ്റ്വർക്ക് ആദ്യത്തെ ദിവസം അവർ 5 മണിക്കൂർ കാണും, രണ്ടാമത്തെ ദിവസം 2 മണിക്കൂർ കാണും, പിന്നെ ഇത് കാണാതാകും എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം അല്ലല്ല അതല്ല, അതൊക്കെ പറയാം, സ്ഥിരം കാണത്തില്ല. KSRTC ഒരു ആദ്യകാലത്ത് ഒരു വലിയ വേളം വരും. ഈ പറഞ്ഞ പ്രൈവറ്റിൽ നിന്ന് കുറെ പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ട് കയറും, കുറച്ച് കഴിയുമ്പോൾ തന്നെ കുറയും. KSRTC ഇപ്പൊ ഒരു കോർപ്പറേഷൻ ആയിട്ടാണ് ഓടുന്നത്, പബ്ലിക് സെക്ടറിന്റെ. അത് മാറി ഇത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറും, ഞങ്ങളുടെ പോലീസ് പോലെയും അല്ലെങ്കിൽ ജയിലും. അപ്പൊ പിന്നെ ലാഭനഷ്ടങ്ങൾ കണക്കില്ലല്ലോ, ലാഭനഷ്ടങ്ങൾ കണക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.